ട്രീ വാലി റിസോർട്ടിൽ നിന്നാണ് അബ്ദുൾ റസാഖ് ഞങ്ങളെ വിളിച്ചത്. ആദ്യം വിളിക്കുമ്പോൾ അതിൻ്റെ ഭീകരാവസ്ഥ ഞങ്ങൾക്ക് ബോധ്യമല്ലായിരുന്നു. പിന്നീട് അബ്ദുൾ റസാഖ് ഓരോ തവണയും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അവിടെ അത്യാസന്ന നിലയിൽപ്പെട്ടവർ, ഒരുപാട് പേർ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നവർ, എങ്ങനെയും രക്ഷിക്കണമെന്ന അബ്ദുൾ റസാഖിൻ്റെയും നൂറുദ്ദീൻ്റെയും ഫോൺ കോളുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തുടക്കമായിരുന്നു. അബ്ദുൾ റസാഖ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് ഇപ്പോൾ അബ്ദുൾ റസാഖ്. അബ്ദുൾ റസാഖ്, നമസ്കാരം. നമസ്കാരം. അബ്ദുൾ റസാഖ്, ഞാൻ ഓർമ്മിക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടിപ്പോൾ ഒരു 60 മണിക്കൂർ ആവുന്നു എന്ന് തോന്നുന്നു. അബ്ദുൾ റസാഖ് ആദ്യം വിളിക്കുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാനത് ഓർമ്മിപ്പിക്കാൻ പറയുന്നതല്ലെങ്കിൽ അബ്ദുൾ റസാഖ് എത്ര ഭീകരമായിരുന്നു ആ സമയത്ത്? അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അബ്ദുൾ റസാഖിൻ്റെ കുടുംബത്തിലെല്ലാവരും സുരക്ഷിതരാണോ? എൻ്റെ കുടുംബത്തിൽ സുരക്ഷിതരാണെന്ന് പറയാം. എൻ്റെ മൂത്തമ്മയുടെ മകൻ ഹംസ എൻ്റെ നേരെ മുമ്പിലുള്ള വീടാണ്. അവൻ്റെ ഭാര്യ, അവൻ്റെ കുട്ടിയും വീടടക്കം അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇതുവരെ ബോഡി വരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ പലരെയും ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിഷമം നിലനിൽക്കുന്നുണ്ട്. അബ്ദുൾ റസാഖ്, അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അബ്ദുൾ റസാഖിന്റെ സാഹചര്യം എന്തായിരുന്നു? ഒരു പരിധിവരെ രക്ഷാപ്രവർത്തനം സമയത്ത് നമ്മളെ സാഹചര്യം, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ശബ്ദകോലാഹലം കേട്ടിട്ട് പെട്ടെന്ന് എണീറ്റ് വാതിൽ തുറന്നു നോക്കുകയാണ്. ഈ വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് വീടിൻ്റെ മുറ്റവും പരിസരം കംപ്ലീറ്റും ഈ മരങ്ങളും കല്ലും ചെളിയൊക്കെ കൂടെ വന്ന് അടിഞ്ഞു കൂടി കിടക്കുക. പിന്നെ അവിടെ ആലോചിച്ച് നിൽക്കാൻ സമയമല്ല. വേഗം വീട്ടിലുള്ള ഉമ്മയും അനിയൻ്റെ ഭാര്യ, അനിയൻ്റെ മക്കൾ, എൻ്റെ വൈഫ്, ഞങ്ങളെല്ലാവരും കൂടി വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടി മദ്രസയുടെ വരാന്തയിൽ കയറി നിൽക്കുകയാണ് ചെയ്തത്. ആ സാഹചര്യത്തിൽ അപ്പുറത്ത് പല ഭാഗത്തു നിന്ന് നിലവിളികൾ കേൾക്കുന്നു. കറണ്ടില്ല, വെളിച്ചല്ല, ആരെ കയ്യിലും വിളിച്ച കാര്യങ്ങളൊന്നുമില്ല. അപ്രതീക്ഷിതമായിട്ട് ജീവൻ ഭയം കൊണ്ട് ഇറങ്ങി ഓടുന്നതല്ലേ. അതുകൊണ്ട് തന്നെ യാതൊരു മുൻകരുതലും ഇല്ലല്ലോ. അപ്പോൾ എവിടുന്നാണ് ശബ്ദം, നിലവിളി കേൾക്കുന്നത് എന്ന് പോലും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാളെ സഹായത്തിന് വിളിക്കാനോ ഒന്നിനും കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലായിരുന്നു എല്ലാവരും. ഞാനെന്നല്ല, എൻ്റെ മാത്രമല്ല, എല്ലാ ആളുകളുടെയും സഹായാവസ്ഥ അങ്ങനെയായിരുന്നു സാഹചര്യം. അബ്ദുൾ റസാഖ്, എനിക്ക് തോന്നുന്നു അന്ന് എന്നോട് അബ്ദുൾ റസാഖ് പറഞ്ഞത് 100ഓളം ആളുകൾ ഇവിടെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഞങ്ങളൊരു അവിടെയുള്ള ഫൈസിയുടെ വിവരം ചോദിച്ച് ഫൈസിയുടെ ബന്ധു വിളിക്കുമ്പോൾ അബ്ദുൾ റസാഖ് പറയുന്നുണ്ടായിരുന്നു, ആ ഫൈസി കിടന്നുറങ്ങിയിരുന്ന മുറി കാണാനില്ല, അത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ 100ഓളം ആളുകൾ അവിടെ ഇപ്പോൾ സുരക്ഷിതരാണ്. പക്ഷേ അവർക്ക് എന്തും എപ്പോഴും സംഭവിക്കാം. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകർ വരണമെന്ന് പറയുന്നുണ്ടായിരുന്നു അബ്ദുൾ റസാഖ്. കുട്ടികളടക്കം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അവിടേക്ക് ഓടി എത്തുമ്പോഴേക്കും ഈ രണ്ടാമത്തെ ഉരുൾപൊട്ടലും കഴിഞ്ഞിരുന്നു. 4 മണി കഴിഞ്ഞിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഞങ്ങൾ മദ്രസ കമ്പൗണ്ട്, മദ്രസയിൽ വരാന്തയിൽ നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ഉരുൾപൊട്ടുന്ന ഭീകരമായ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ കെട്ടിടത്തിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ കെട്ടിടം എങ്ങാനും അമർന്നാൽ ഞങ്ങൾ അതിന് ചുവട്ടിൽ പെടുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ട് ഞങ്ങൾ ആ സമയത്ത് ഓടി ബസ് തിരിക്കുന്ന ഓപ്പണായ സ്ഥലത്ത് ട്രാൻസ്ഫോമറിൽ കുറച്ച് അകലെ പോയി നിന്നത്. പിന്നീട് അവിടെയായിരുന്നു കുറേ നേരം നിന്നത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ശബ്ദം ആവർത്തിച്ചു. ആ സമയത്ത് പിന്നെയും കുറച്ചും കൂടി ഉയർന്ന ഭാഗത്തേക്ക് ഓടിപ്പോയി അവിടെ വെളിച്ചം വെക്കുന്നവർ അവിടെ നിന്നാണ് നേരം വെളുപ്പിച്ചത്. ആ ഒരു മണിക്കൂറുകൾ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്ന് അവിടെ നിന്ന് ഓരോ ആൾക്കാർക്കും ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതാണ് സാഹചര്യം. അബ്ദുൾ റസാഖ്, നേരം പുലർന്നു വരുമ്പോഴാണോ യഥാർത്ഥത്തിൽ ഇത്രയും വലിയ വ്യാപ്തിയുള്ളൊരു ഉരുൾപൊട്ടലാണ് ഉണ്ടായതെന്ന് മനസ്സിലായത്? ആ സമയത്ത് വെളിച്ചമേ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. വൈദ്യുതി കണക്ഷനുകളെല്ലാം വേർപെട്ടു. ആരുടെ കയ്യിലും അത്യാവശ്യം മൊബൈൽ ഫോണിലുള്ള ചെറിയ വെളിച്ചം മാത്രമല്ലേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ? വൈദ്യുതി കണക്ഷൻ ആരുടെ കയ്യിലും അതേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ അപ്രതീക്ഷിതമായതുകൊണ്ട് മിക്ക ആൾക്കാരും ഈ ഫോൺ ചാർജ് ചെയ്ത് സൂക്ഷിക്കുന്ന സ്വഭാവമൊന്നും മിക്ക ആൾക്കാർക്കും ഉണ്ടാവില്ലല്ലോ. ആ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അതിപ്പോൾ ആരും അത്ര സീരിയസ് ആയിട്ട് കണക്കിലെടുക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കുന്നത് ശരിക്കും നേരം വെളുത്തതിന് ശേഷം നമ്മളുടെ ഈ മദ്രസയും പള്ളിയും തമ്മിൽ ഏതാണ്ട് ഒരു 10-40 മീറ്റർ, അല്ലെങ്കിൽ ഒരു 50 മീറ്റർ പോട്ടെ, ഒരു 100 മീറ്റർ അകലെ ഉണ്ടാവുള്ളൂ ഈ പള്ളിയും മദ്രസയും തമ്മിൽ. പക്ഷെ ഞങ്ങൾക്ക് ഈ മദ്രസയുടെ അടുത്ത് നിന്ന് പള്ളിയിലേക്ക് എത്താനുള്ള സൗകര്യമില്ല അവിടെ. കാരണം വഴി അത്രയും ഭീകരമായിരുന്നു. മരങ്ങളും കല്ലും വന്ന് അടിഞ്ഞ് ആകെ ചെളി നിറഞ്ഞ് നിൽക്കുക. അതിന് ഏത് സമയത്തും കയറി കഴിഞ്ഞാൽ ആണ്ട് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം
ഞങ്ങൾ മദ്രസയുടെ പുറകുവശത്ത് ചെറിയൊരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയി മുകളിലൊരു കുഞ്ഞു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. ആ ക്രിസ്ത്യൻ പള്ളിയുടെ മുകളിൽ പോയി നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. ഏകദേശം ആ കാഴ്ച കണ്ടാൽ തന്നെ അതിൻ്റെ ഭീകരത ആ നാട്ടിൽ ജീവിക്കുന്ന ആർക്കും എത്രമാത്രം വ്യാപ്തിയാണ് ഇതിനുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മനസ്സിലായി. പിന്നെ സാഹചര്യം അങ്ങോട്ടുള്ള വഴി പിന്നെ അബ്ദുൾ റസാഖിന്റെ വീട് പൂർണ്ണമായും നിലം പൊത്തിയെന്ന് തോന്നുന്നു അല്ലേ, പള്ളിയുടെ അടുത്ത്? സോറി സാർ, ഇല്ല പള്ളിയുടെ അടുത്ത് എൻ്റെ വീട് നിലം പൊത്തിയിട്ടില്ല. എൻ്റെ വീട് നിലം പൊത്തിയിട്ടില്ല. ഞങ്ങൾ ശബ്ദം കേട്ടപ്പോൾ പുറത്തിറങ്ങി ഓടി അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നീട് നേരെ വെളുത്തതിന് ശേഷം പോയി നോക്കുമ്പോൾ വീടിൻ്റെ അടുക്കള വശത്ത് കുറച്ച് മരങ്ങളോ തെങ്ങോ ഒക്കെ വീടിൻ്റെ മുകളിൽ കൂടെ വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ പിന്നെ അടുക്കള വശം തകർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ ഞങ്ങൾ നിന്നിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. രണ്ടാമത് അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല, നോക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല.